അതെ പെണ്ണേ. ആ അയ്യോ, ഇയാളെ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പേരെന്തുവാ? സുമി. അതെ, ഗ്യാസിന്റെ ഒരു ഗുളികയില്ലേ അത്? അതോമി. ഞാൻ സുമി. ആണോ? ചേച്ചിയുടെ പേരെന്തുവാ? എൻ്റെ ഒരു ലത. ചേച്ചിയുടെ ആദ്യ പ്രസംഗമാണോ? ഇവിടെ ആദ്യ പ്രസംഗമാണോ? ചേച്ചിയുടെ ആദ്യ പ്രസവമാണോ ചേച്ചി? അയ്യോ അല്ല അല്ല, എനിക്ക് മൂത്ത 2 ആൺപിള്ളേരുണ്ട്. ഇത് മൂന്നാമത്തെ ആദിത്യ. അയ്യോ, ആൺപിള്ളേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്തോ ആദിത്യ? അയ്യോ, 2 ആൺപിള്ളേരില്ലയോ? അടുത്തത് പെൺകുഞ്ഞാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവനാണ് ഇപ്പോഴേ ഞാൻ പേരിട്ട് ആദിത്യ. ഓഹോ, മുൻകൂട്ടി അങ്ങ് ഇട്ടതാ. അതെ അതെ. അല്ല, സിനിമാറ്റിക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അതല്ലെന്ന് ആൺ ചെറുക്കൻ അങ്ങ് തൊഴിക്ക് വാങ്ങി. ഇപ്പോഴേ വയറ്റിക്കിടും തള്ളെ തൊഴിക്കുക. അതെ. ഇത് വളർന്നു കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും ഇല്ലയോ? പിന്നെ കൂടെ ആരും ഇല്ലയോ സഹായത്തിന്? അയ്യോ ചേച്ചി, എന്റെ കഥയെന്ന് പറയുന്നത് ഭയങ്കര സംഭവം. പറയാതിരിക്കുന്നതാ നല്ലത്. ഞാൻ വെറുതെ ചോദിച്ചാ പറയാൻ. അതല്ല, ഞാൻ പറയാ. ചേച്ചി, ഞാനും എന്റെ ചേട്ടനും കൂടെ ആണെങ്കിൽ ഒളിച്ചോടുമായിരുന്നു. വീട്ടുകാർക്ക് ഭയങ്കര പ്രശ്നം വെച്ചാൽ ഭയങ്കര പ്രശ്നം. ചേട്ടന്റെ വീട്ടുകാർ അടുക്കത്തതേ ഇല്ല. അമ്മാവി, കുഞ്ഞമ്മ, ആന്റി, ഇവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ആകെയുള്ളത് എന്റെ 2 സഹോദരിമാരാ. സഹോദരിമാരല്ലയോ? മൂത്തേച്ചി എവിടാ? ബോംബ. ബോംബാന്ന് എടുത്ത് എറിഞ്ഞു കളയും, പൊട്ടിത്തെറിക്കും. അതല്ലെന്ന് മൂത്ത ചേച്ചി ബോംബേലാ. ബോംബേല? അങ്ങനെ പറ. ഞാൻ വിചാരിച്ചു മനുഷ്യ ബോംബ് വല്ലതും ആയിരിക്കും. പിന്നെ ഇളയ ചേച്ചി ഗോവക്കാരിയാ. ആഹാ, ഗോവയില എവിടാ? ഗോവയിലു. പിന്നെ ഗോവക്കാരിയാന്ന് പറഞ്ഞു. അതല്ലെന്ന് കോപക്കാരിയാ, ദേഷ്യക്കാരിയാ. അങ്ങനെയുള്ളവരൊന്നും വിളിച്ച് നിർത്തരുത്, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഭയങ്കര പ്രശ്നമാവും. അയ്യോ, ഒന്നും പറഞ്ഞിട്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് ഒന്നും കൂടെ വന്നിരിക്കത്തില്ല ചേച്ചി? അയ്യോ ഉണ്ടായിരുന്നു, രാത്രി മൊത്തം ഉറക്കോളച്ചോടെ ഇരിക്കുവായിരുന്നു. ഞാൻ സാധനം മേടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് നേരത്തെ പറഞ്ഞു വിട്ടയാ. എന്താ പോയി കിടന്ന് ഉറങ്ങി കാണുമായിരിക്കും. അയ്യോ ഇല്ല ഇല്ല, പെട്ടെന്ന് വരും എൻ്റെ അണ്ണൻ. ആഹാ, പിന്നെ ചേട്ടൻ എന്തുവാ ജോലി? എന്തുവാ? അങ്ങനൊന്നുമില്ല, എല്ലാ ജോലിക്കും പോകണേ. വരുന്നുണ്ട് ഒരു പ്രത്യേക സ്വഭാവക്കാരനാ കേട്ടോ. അണ്ണൻ വരുന്നുണ്ട്. എങ്ങനെയുണ്ടല്ലേ? ഓ, അങ്ങനെ തന്നെ ഇരിക്കുവാ. സുഖമാണോ? ഓ, വെള്ളം കൊടുത്താ കുടിക്കാൻ. ഓ, എന്ത് ദാഹമുണ്ടോ? പരവേശമുണ്ടോ? ആഹാരമൊക്കെ നല്ലപോലെ കഴിക്കുന്നുണ്ടല്ലോ. കഴിച്ചായിരുന്നു. വരുന്നിടം വരെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം രാവിലെ വന്ന് അഡ്മിറ്റ് ആയതാ. ഞാൻ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു. വേണ്ട വേണ്ട, നമുക്കറിയത്തില്ല ആരാ എന്തോ വാന്ന്. ഒരു സഹകരണത്തിനും പോകണ്ട. എന്തോ വേണ്ട, വേണ്ട, ഒന്നിനും നീ പോയേക്കരുത്. അതല്ല, കൊച്ചിന്റെ ഭർത്താവ് ഇവിടെ ഇല്ല. ഒരു ഒളിച്ചോടി കല്യാണമൊക്കെ കഴിച്ചതാ. ഞാൻ എന്തോ ചെയ്ത അതിനകത്ത്? കുറച്ച് വെള്ളം കൂടെ ഞാൻ പറഞ്ഞില്ലേ ഒക്കത്തില്ലെന്ന്. ഒന്ന് സഹായിക്കണം, ശകലം വെള്ളം കൂടെ. എനിക്കറിയാലോ, ഞാൻ ഒരു പെണ്ണുങ്ങളുടെ മുഖത്ത്. എനിക്കറിയാം എന്റെ അണ്ണനെ. വെള്ളം കൊടുക്കുക, നമ്മളല്ല ആരുണ്ട് ഇപ്പൊ. ഞാൻ പറഞ്ഞോ, ഇനി അങ്ങനെ ചെയ്യരുത്. ചെയ്യരുത്. കൈ ടച്ച് ചെയ്യുകയെല്ലാം ചെയ്തോ? ഇല്ല കുടിച്ചോ? കുടിച്ചു. ആവശ്യമില്ലാത്ത ഒരു കോളൊപ്പിച്ചോണ്ട് വരുന്നത്. എനിക്കങ്ങനെ മറ്റു പെണ്ണുങ്ങളെ മൊത്തം നോക്കുന്നൊന്നും ഇഷ്ടമല്ല. ഇത് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ? ഇതെന്തോ ബോളിയാ? ബോളി. എന്തിനാ ഇത്? ഇപ്പൊ എടുക്കരുത്. ഇനി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുക്കണമെന്ന് പറഞ്ഞേക്കുവാ. അണ്ണാ, അത് പോളിയോ എടുക്കണമെന്നാ പറഞ്ഞു. പോളിയോ എടുത്തോണ്ട് വന്നേക്കുന്നത്. വേറെന്താ കൊണ്ടുവന്ന? ആപ്പിളുണ്ട്. നല്ലതാണോ? നല്ല അടിപൊളി. ഇതാ പെണ്ണിന് ഒന്നും കൊടുക്കുന്നു. പറഞ്ഞു ആര് കൊടുക്കും? ഞാൻ തരുന്നു പറഞ്ഞില്ലയോ? അയ്യോ, എനിക്കല്ല മറ്റു പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുന്നതേ എനിക്ക് ഇഷ്ടമല്ല. എന്റെ കൂട്ടുള്ള കൊച്ചില്ല. ചുമ്മാതെ പിടിച്ചോ? പോട്ടെ. ഇത് കൊടുക്കാനോ? ഇത് പിടിക്കണം. പിടിക്കും. മേടിച്ചോ? കൈ തൊട്ടു ഞാൻ പറഞ്ഞു. എന്തിനാ പറയുന്നേ? പിന്നെ എനിക്കന്നുള്ള ഇഷ്ടമുള്ള കേസ് കേട്ടല്ല. പിന്നെ ഇത് സ്കാനർ എന്തിനാ? അയ്യോ, ഡോക്ടർ പറഞ്ഞായിരുന്നു ലാബിൽ പോയിട്ട് 5-6 സ്കാൻ എടുക്കണമെന്ന്. അത് നീ ഇനിയും പോകണ്ട, ഇതിനകത്തോട്ട് അങ്ങ് ചെയ്തച്ച മതി. എന്റെ പൊന്നണ്ണ, എന്റെ വയറിന്റെ സ്കാൻ എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. വയറിന്റെയോ? ഓ, ഇതിന് ആര് തിരിച്ചു കൊണ്ടുപോകും? എന്തോ കാണിച്ചത്. എന്തോ ചെയ്യാന്ന് പറ. ഞാൻ പറയാൻ മറന്നു പോയണ്ണ. എന്തുവാ? ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പുലി ഇറങ്ങിയേ. അതുകൊണ്ട് മൂത്രമൊക്കെ ഒഴിക്കാൻ പോകണ ബാത്റൂമിൽ ഒഴിക്കണം. എന്നാലും തന്നെ ഒന്നും പുറത്തൊന്നും ഇറങ്ങി പോരുത്. പുറത്തിറങ്ങി എന്തോ കുഴപ്പം? പുലി പിടിച്ചോണ്ട് പോകും. പുലിക്ക് എന്തിനാ എന്റെ മൂത്രം? അല്ല, എന്നെ പിടിച്ചോണ്ട് ഞാൻ ഇവിടെ കൊണ്ടൊഴിച്ചോളാം. അതിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം മറന്നുപോയി. യൂറിനെ എന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിലോട് ചെല്ലണമെന്ന് പറഞ്ഞാൽ അണ്ണം വന്നിട്ട് പോവാന്ന് വിചാരിക്കണമെന്ന് വരുവോ? നീ ഒരു കാര്യം ചെയ്യ്. നീ പതുക്കെ പോയിട്ട് വാ. ഇവിടെ നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. അറിയാൻ വയ്യാത്ത ഒരു സ്ത്രീ ആയിരിക്കുന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഞാൻ നോക്കിയിട്ട് വരട്ടെ. പോയിട്ട് വാ കേട്ടോ. ഇത് ചെയ്യാന്ന് പറ. ചേട്ടാ. ഓ, ഞാനിവിടെ എന്റെ ചേട്ടനെ വിളിച്ചു. ഹായ്. എന്തോ ഉമ്മ കൊടുക്കണോ? ഉമ്മ ഒക്കെ കൊടുക്കുന്ന കൊള്ളാം. വേറെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. വരുന്ന വഴിക്ക് വീട്ടിൽ കയറിയിട്ട് അതെന്റെ ആ വെള്ള മുണ്ടില്ലേ അണ്ണാ, കോട്ടമുണ്ട്, അത് ഞണ്ണോ അങ്ങ് മുറിച്ചേര്. അത് മുറിച്ച് പിന്നെ എന്റെ ആ പുള്ളി നൈറ്റില്ലേ, നീല നൈറ്റ്, അതും. അയ്യോ, പിന്നെ ഒരു കാര്യം, പിന്നെ റേഷൻ കാർഡിന്റെ കാര്യം മറക്കരുത്, ആധാർ കാർഡും മറക്കരുത്. പോടാ കള്ള.
പൊളികളി അവിടുന്ന്. ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചു. എന്നാ? പോടാ കള്ള, നീ പോടാ കള്ള, നീ പോടിയുന്നു, നീ ഒന്ന് മിണ്ടാതിരിക്ക് അവിടെ. ഞാൻ ഇവിടെ പറഞ്ഞു ഞാൻ ഇതിനകത്ത് പറഞ്ഞു. നീ പോടാ കള്ള, നീ പോടാ. എന്നെ അങ്ങനെ പറയരുത് കേട്ടോ. ഞാൻ അങ്ങനെയുള്ള ഉള്ളവരൊന്നും അല്ല. എന്നോട് അങ്ങനെ സംസാരിക്കുക ചെയ്യരുത്. മേലെ ഇനി എന്റെ ഫോണിൽ വിളിച്ചേക്കരുത്. കള്ളമാണ്. ചേട്ടാ, ആ ഇച്ചിരി വെള്ളം തരാമോ കുടിക്കാൻ? നോക്കത്തില്ല. കുറച്ച് വെള്ളം തരുമോ ചേട്ടാ കുടിക്കാൻ? അവള് പോയ ലാക്കിന് നെഞ്ചത്ത് കയറുക. എന്റെ തൊണ്ട വരണ്ടട്ടാ, ഇച്ചിരി വെള്ളം തരൂ. വെള്ളം ഞാൻ അങ്ങനെ അവള് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. ഓരോ കോള് വെച്ചിട്ട് പോന്നു. ചേട്ടാ, ഓ ചേട്ടനെ കാണാൻ എന്ത് സൗന്ദര്യമാ, പ്രായക്കുറവുമാ. ആ ചേച്ചിക്കാണെങ്കിൽ എന്ത് വയസ്സുണ്ടെന്നറിയാം. എങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചു? എന്താ പറഞ്ഞേ? ചേട്ടന് നല്ല പ്രായക്കുറവും കാണാൻ സുന്ദരനുമാ. ആ. ആ ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര പ്രായ കൂടുതൽ. അവരെ എങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചു? തൊഴിക്കുന്നുണ്ടോ? തൊഴിക്കുവാ. അയ്യോ, 5 കിലോ ആപ്പിൾ മേടിച്ചു തട്ടെ. അവ ചേച്ചിക്ക് കൊടുക്കണ്ടേ? ചേച്ചിക്ക് ഉന്ത കൊടുക്കും. ഞാൻ മുതുകനാണ് അവള് പറയുന്നത്. ആ ഓറഞ്ച് വേണോ? 3 കിലോ കൊണ്ട്. അയ്യോ വേണ്ട, എനിക്ക് ചേച്ചി കണ്ടാൽ എന്തെങ്കിലും പറയത്തില്ലേ? എന്റെ കാലെന്ത് വേദനയാണെന്ന് അറിയാം. കഷ്ടം പിടിച്ച ഇടപാട് ദോഷമുണ്ട്. എവിടാ വേദന? കാലിലോ? ഇവിടെ. ഞാനെന്ന് ഒഴിക്കുവാണോ? കരോട്ടക്കാരനാണ് അകത്ത് കിടക്കുന്നത്. എന്തുവാന്നറിയത്തില്ല. ആ ചെറുക്കനാ. എന്തോ കാണിക്കുവാ? ഓ ആരുമില്ലാതെ പിന്നെ കിടക്ക് നമ്മളത് സഹായം ചെയ്ത് കൊടുക്കുന്നതിന് തെറ്റുള്ള പണിയൊന്നും വേണ്ട. കൊള്ളാലോ പണി. ഞാൻ പറഞ്ഞപ്പോ നമ്മൾ പിന്നെ ചെയ്ത് കൊടുത്തില്ല. മോശമല്ലോടി. എനിക്ക് വേണ്ട, മുറുക്കിടാൻ കൊടുത്താറ്. പോളി കഴിക്കില്ലയോ? കഴിച്ചോ? കൊടുത്തിട്ടുണ്ട്. ഓ കൊള്ളാം. ഒറ്റപ്പാലോ? ഞാൻ നിന്നെ പറഞ്ഞ നീ അറിഞ്ഞോ? ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. പ്രസവത്തിനുണ്ടായി മാമിയെ കൊണ്ടുപോയി. മാമിയെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ എന്താ പ്രസവിച്ച് കഴിഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞപ്പോ സംസാരിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോ കുഞ്ഞ് സംസാരിച്ചോ? കുഞ്ഞല്ല, മാമനും മാമിയും കൂടെ. മാമന്റെ മുഖമല്ലെന്ന്. എന്താ സംസാരമായിരുന്നു? വലിയ സംസാരമായിരുന്നു. എടി നിന്റെ ആ ജോസിന്റെ ഫോൺ നമ്പർ ഉണ്ടോ? എന്തോതിനാ? എടി ജോസിന് ഇന്നലെ ഡോക്ടർ പറഞ്ഞ് ശ്രദ്ധിച്ചില്ലായിരുന്നോ? ടോണിക്ക് വല്ലതും മേടിച്ചു കൊടുക്കണമെന്ന്. ജോസിന്റെ മോനല്ലേ ടോണി. ഞാൻ 2500 രൂപ സൈക്കിൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നോ, എനിക്ക് ടോണിക്ക് മേടിച്ചായിരുന്ന കാര്യമായിരുന്നോ? 2500 രൂപ അങ്ങനെ പോയി. കൊള്ളാം. ഇങ്ങനെ പൈസ കൊണ്ട് എന്തോ അതാരാ ഈ തേക്കിന്റെ കരിയിലേക്ക് നടക്കുന്ന ഈ സമയത്ത്? കരിയിലൊക്കെ നടക്കുമല്ല, ഇവിടെ നിന്ന് ബോളി തിന്നുന്ന. അത് കൊള്ളാം. എന്നാ ഇത്? ഇതിപ്പോ ഒരു പരിവാക്കില്ലത്. ഞാനുള്ള ഒരു കാര്യം ചോദിച്ചിട്ട് വട്ടെ, നിങ്ങളെ ആൺകൊച്ചനാണോ പെൺകൊച്ചാണോ? ആഞ്ചെറുക്കനാ. ഇച്ചിരി വെള്ളം തരുമോ കുടിക്കാൻ ചേട്ടാ? ആൺചെറുക്കനോടാണോ എന്നോടാണോ? വെള്ളം വേണോ? കുറച്ച് വെള്ളം താ. വെള്ളം ആൺചെറുക്കനാ ഇല്ലയോ? ആഞ്ചെറുക്കനാ. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളേത് പെൺകൊച്ച. നല്ല കാര്യം നടക്കട്ടെ. അതിനല്ല ഞാൻ നമുക്കെന്നാ ഇതാ കല്യാണം ഒന്ന് ഉറപ്പിച്ചാലോ? എനിക്ക് എന്റെ ചേട്ടനോടും വീട്ടുകാരോടും ഒക്കെ ആലോചിക്കാനുണ്ട്. ആലോചിച്ചിട്ട് മതി, പതുക്കെ മതി. പേട്ടോടിയിലേറെ നമ്മുടെ പെൺകൊച്ചല്ലയോ? നമുക്ക് ആൺകൊച്ചാ. നമുക്ക് ആ കല്യാണം അങ്ങ് നടത്തിയാലോ? നിങ്ങൾ സംസാരിച്ച നല്ല കുടുംബക്കാരും വല്ലതും ആണോ ഇത്? നല്ല കുടുംബക്കാരോ? അങ്ങനെ ചോദിച്ചു നോക്ക്. ഈ തക്കത്ത് ചോദിച്ചു നോക്ക്. നമുക്കെന്നാ അതങ്ങ് നടത്താം. എന്തോ വിളിച്ചോന്നോ? അതല്ല, ഞാൻ ഡോക്ടർ പറഞ്ഞ എക്സർസൈസ് ചെയ്യണമെന്ന്. വിളിച്ചതല്ല, എക്സർസൈസ് ചെയ്താ. കൊള്ളാം. നമുക്കെന്നാ ഈ കല്യാണം അങ്ങ് ആലോചിക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തോ കൊടുക്കും പെണ്ണിന്? പെണ്ണിന് എത്ര കൊടുക്കും? 5 ലക്ഷം രൂപ തരും. അത് 3 പന്തലിൽ തരും. 3 പന്തലിലായിട്ട് തരുമോ? 3 പന്തലിലല്ല, പിന്നെ 3 രൂപ പന്തലിൽ തരും. ബാക്കി 6 മാസം കഴിഞ്ഞ് തരും. 6 മാസം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സ്വർണം എന്തോ കൊടുക്കും നിങ്ങളുടെ മോക്ക്? സ്വർണം എന്തോ കൊടുക്കും നമ്മള്? 15. 15. 15 തരുന്നത് കൊള്ളാം. 5 പവൻ മുക്കുപണ്ടം തരരുത്. അതിനെന്തോ നമ്മളെ കളിയാക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങൾ മുക്കൊണ്ടോന്നിരുത്തില്ല. 5 ലക്ഷം രൂപ ആദ്യം തന്നോ? ഞാൻ പോലും മുക്കൊണ്ടെടുത്തില്ല. 5 നിങ്ങളുടെ പന്തലിൽ തന്നല്ലേ? കൊടുത്തല്ലേ? പിന്നെ ലാസ്റ്റ് കല്യാണം എല്ലാം കഴിഞ്ഞ് പെണ്ണിനെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പം പിന്നെ കിടന്ന് എനിക്ക് വയ്യ കിടന്ന് ഒരച്ചു നോക്കാനും പ്രശ്നം ഉണ്ടാക്കാനും പോകാനൊന്നും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാരല്ല. നീ പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങളോട് പറഞ്ഞാ 3 പിന്നെ തരാമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ പാചകത്തിന്റെ കാര്യം സംസാരിക്കും. പാചകത്തിന്റെ കാര്യം പറ. പാചകം നമ്മൾ ആർക്കാ കൊടുത്തത്? സുരേണനെ വിളിച്ചാലോ? സുരേണ പാചകമല്ലേ? സാമ്പാറൊക്കെ നല്ലതാണ്. കുഴപ്പമില്ല, നമ്മൾ സംസാരിക്കാലോ. അത് പാചകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പപ്പടം വിളമ്പിയപ്പോ എങ്ങനെയായിരുന്നു? പപ്പടം എന്തായിരുന്നു കുഴപ്പം? എണ്ണ തീർന്നേടിയാ. ഞാൻ
ഞാൻ പറഞ്ഞു വരട്ടെ. പപ്പടം വിളമ്പിയപ്പോ എന്റെ വീട്ടുകാർക്കൊന്നും 5, 6, 7, 8 പേർക്ക് പപ്പടം കിട്ടിയില്ല. അത് എണ്ണ തീർന്നയാന്ന്. ഞാനിക്കട്ടെ നിങ്ങളെ പൈസയുടെ കാര്യം പറ. പൈസയുടെ കാര്യം പറയാം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പപ്പടമൊക്കെ ശരിയാക്കി. അല്ല, ഞാനൊരു കാര്യമുണ്ട്. നിനക്ക് കെട്ടിയുടെ ദേഷ്യമുണ്ടോ? എന്റെ കെട്ടിയവന് ദേഷ്യമാണ്, എന്റെ മോനും ദേഷ്യമാണ്. ആ അത് പറ. അപ്പൊ അവന്റെ ആ ദേഷ്യം വെച്ചാ ഇന്നലെ മോളെ അടിച്ചതില്ലയോ? കണ്ടില്ലായിരുന്നു പാട്. തള്ളേ മോനെ അകത്ത് കേട്ടും. തള്ളേ മോനെ അകത്ത് ഞാനൊരു കാര്യം പറയട്ടെ. പെണ്ണിനെ വീട്ടിൽ കെട്ടിച്ച് വിട്ടാല് മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിക്കണം. എന്റെ മോന്റെ മോളത്തെ അമ്മായിപ്പൂരി ആടി ഞങ്ങൾ അമ്മായി പോയി കാണിക്കും. അതേ പ്രവർത്തിയാ എന്റെ വീട്ടിൽ വന്ന് അത് കൊള്ളത്തില്ലല്ലോ. ഈ പ്രശ്നം ഇത് അതിവിടെ എനിക്കുണ്ട് 3-4 പേരെ. സോമനെ വിളിക്കാം. സോമൻ സാറ് നമ്മുടെ കച്ചടി വക്കീലുണ്ടല്ലോ. അത് കൊള്ളാമല്ലോ. അണ്ണാ നിങ്ങളെവിടെ? നിങ്ങൾ ഉടനെ അങ്ങനെ ഉമ്മ കൊടുക്കണം കുഞ്ഞിന്. ആണോ? ശരി സാറേ. അതിപ്പോ കഴിഞ്ഞോ? പറ. അപ്പം വക്കീലിനെ ഞാൻ വിളിച്ചു. വക്കീല് പറഞ്ഞു ബന്ധമൊക്കെ വേർപെടുത്തി തരാം. അതെല്ലാം ഓക്കെ. പക്ഷെ പ്രധാന കാര്യം പുള്ളി ചോദിക്കുന്നേ, നിങ്ങൾ പ്രസവിച്ചോന്ന്. അതില്ലല്ലോ, പ്രസവിച്ചില്ലല്ലോ. അപ്പൊ എന്തോ മനസ്സിലായി. കാള പെട്ടെന്ന് കേൾക്കുമ്പോ ചാടിക്കറി കയറെടുക്കരുത്. മനസ്സിലായോ? മനസ്സിലായി.